ഹായ് ഫ്രണ്ട്സ്, MD കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം പകുതി, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ പീസ്, പച്ചമുളക് 4 എണ്ണം, ക്യാരറ്റ്, ബീൻസ്, മല്ലിയില, പുതിനയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ചെമ്പയില, മുളക് പൊടി, ഗരം മസാല, തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തത്, ചെറിയുള്ളി അതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. ആദ്യം കുക്കർ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പട്ട ഗ്രാമ്പു ഇട്ടൊന്ന്, ഗരം മസാല ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഈ ചെറിയുള്ളി അരച്ച് വെച്ചത് അങ്ങ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് സവാള ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിക്കാം. തക്കാളി നമ്മൾ അരച്ച് വെച്ചതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, 4 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണത്. മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെ പച്ചമണം മാറി കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിന് മാത്രമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അരി ഇടുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മല്ലിയില, കറിവേപ്പില, രമ്പയില, പുതിനയില എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ വലിയ ഗ്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ അരി എടുക്കുന്നത്. ഇതിൽ 1.5 ഗ്ലാസ് അരിയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ബസുമതി അരിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ബസുമതി അരി 1.5 ഗ്ലാസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ ഗ്ലാസ്സിൽ തന്നെ 2.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം അധികം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം.
അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം കുക്കർ. കുക്കറിൽ നമ്മളിപ്പോൾ വിസിൽ വെച്ചിട്ടില്ല. സ്റ്റീം വന്നതിന് ശേഷം വിസിൽ വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റീം വന്നതിന് ശേഷം വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് അങ്ങ് ഓഫ് ചെയ്യാം. ഒരു വിസിൽ അടിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഈ സ്റ്റീം മൊത്തം അങ്ങ് പുറത്തേക്ക് നമുക്ക് കളയാം. അതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അരിയെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, ഇളക്കി നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. വെള്ളം കറക്റ്റായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം കൂടുതലായിട്ടും ഇല്ല. ഉടനെ തന്നെ നമ്മൾ കുക്കറിൽ നിന്നും റൈസ് എടുത്ത് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. ബിരിയാണി അരി ആയതുകൊണ്ട്, ബസ്മതി അരി ആയതുകൊണ്ട് കുക്കറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചൂട് കൊണ്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.